ലോകം കേരളത്തെ കണ്ട് പഠിക്കുന്നു. ഇന്ത്യയിൽ നമ്പർ 1 കേരളം. സമ്പന്നർ വരാൻ കൊതിക്കുന്ന കേരളത്തിലെ ആരോഗ്യ മേഖലയെ ഇങ്ങനെ മോശമാക്കേണ്ടിയിരുന്നോ മിനിസ്റ്ററെ? സ്വകാര്യ ആശുപത്രി മന്ത്രിമാരും പോകും, സാധാരണക്കാരനും പോകും, എല്ലാത്തവരും പോകും. ഞാൻ പോയത് മെഡിക്കൽ കോളേജിലാണ്, കുഴപ്പമൊന്നും സംഭവിച്ചില്ല. ചിലർ സ്വകാര്യ ആശുപത്രി പോകും, ഞാൻ സ്വകാര്യ ആശുപത്രി. ഞാൻ ഡെങ്കിപ്പനി വന്നപ്പോൾ 2019 ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിലായിരുന്നു. ഗവൺമെൻറ് ആശുപത്രി ചികിത്സ കൊണ്ട് ഞാൻ മരിക്കാൻ സാധ്യത വന്നപ്പോൾ എന്നെ അമൃതയെ കൊണ്ടുവന്ന് ശുപാർശ ചെയ്തു. എന്നെ അമൃതയെ കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്ന് 14 ദിവസം ബോധമില്ലായിരുന്നു, ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ അമൃത ഹോസ്പിറ്റൽ മോശമാണ്. അതൊക്കെ ഈ നാട്ടിൽ വ്യവസ്ഥാപിതപരമായ കാര്യമാണ്. അത് ചികിത്സിക്കേണ്ട ഹോസ്പിറ്റൽ എവിടെയും പാ. അമേരിക്കയിലുള്ള മുഖ്യമന്ത്രി ഇത് എങ്ങനെ സഹിക്കുമോ എന്തോ. കഴിഞ്ഞ വർഷം നവംബറിൽ ആരോഗ്യരംഗത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് സജി ചെറിയാൻ കേട്ടില്ല എന്നുണ്ടോ? കേരളത്തിലെ ഒരു വലിയ സമ്പന്നന്മാരുടെ കൂട്ടത്തിലുള്ള ഒരാള് ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുക. അദ്ദേഹം പറഞ്ഞു, എന്തൊരു മാറ്റാണ് നമ്മുടെ ആശുപത്രികളിൽ. ഞാനൊക്കെ അവിടെ പോയി ചികിത്സിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. പക്ഷെ ഞാൻ പോയാൽ ആളുകൾ പറയും, ഇയാളെന്തൊരു പിശുക്കനാണ്, അതുകൊണ്ടാണ് ഞാൻ പോകാതിരിക്കുന്നത്. പക്ഷെ എന്തൊരു സൗകര്യമാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളടക്കം കൊതിച്ചു പോവുകയാണ് അവിടെ പോകാൻ. സജി ചെറിയാൻ വീണ ജോർജിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചതായിരിക്കാം. പറഞ്ഞ് പണി പാളി. സജി ചെറിയാൻ പറഞ്ഞ കാലഘട്ടം 2019 ഒന്നാം പിണറായി സർക്കാർ. ആരോഗ്യമന്ത്രി കെ ശൈലജ കോവിഡിനെ പ്രതിരോധിച്ച, നിപ്പയെ പ്രതിരോധിച്ച കേരളമാണ് 2019. ആ കേരള മോഡലിൽ നിന്നും ജീവനും കൊണ്ടോടി എന്നാണ് സജി ചെറിയാൻ ഇന്ന് പറഞ്ഞത്. ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം നടത്തുന്ന സമരം കോൺഗ്രസ് ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ് കനഗോലുവിന്റെ പ്രചാരവേലയെന്നാണ് പാർട്ടി സെക്രട്ടറി ഇന്നലെ പറഞ്ഞത്. ആരോഗ്യരംഗത്തെ നേട്ടങ്ങൾ ഇകഴ്ത്തി കാട്ടാനുള്ള പ്രചാരവേല തടയുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. അതായത് നിങ്ങളൊരു ഒരു കാര്യം ഞാൻ പറയാം. ഏറ്റവും നന്നായി നടക്കുന്ന ഇന്ത്യയിലെയും ലോകത്തെയും പ്രധാനപ്പെട്ട ഒരു ആതുര ശുശ്രൂഷ മേഖലയാണ് കേരളം. ആ കേരളത്തിൽ ലോകം തന്നെ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള നിരവധി പദ്ധതികളുടെ, ഇപ്പോൾ നമുക്കെല്ലാം അറിയുന്നത് പോലെ ഇവിടെ കോവിഡ് പശ്ചാത്തലം ഉൾപ്പെടെയുള്ള സാഹചര്യത്തിൽ ലോകം തന്നെ പ്രശംസിച്ച കേരളത്തിലെ ജനകീയ ആരോഗ്യ പ്രസ്ഥാനം. ആ ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പർവ്വതീകരിച്ച് ഇനി ഇവിടെ അതേ ഇല്ല എന്ന് പറയുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയെ എന്താ പറയുക. അമേരിക്ക പോലും കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു നിന്നപ്പോൾ ശരിയായ നിലപാട് സ്വീകരിച്ചു പോയ ലോകത്തെ തന്നെ ഒരു കേന്ദ്രമാണ് കേരളം. ആ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു പ്രദേശത്തോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിൽ തന്നെയോ ഏതെങ്കിലും ഒരു മരുന്നോ ഏതെങ്കിലും ഒരു പ്രശ്നമോ വന്നു കഴിഞ്ഞാൽ ഉടനെ അതോടുകൂടി കേരളത്തിലെ ഈ പറയുന്ന ജനകീയ ആരോഗ്യ പ്രസ്ഥാനം മുഴുവൻ തകർന്നിരിക്കുന്നു എന്ന് പറയാനാണ് UDF ആഗ്രഹിക്കുന്നത്. അതാണ് VD സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.